മഴവെള്ളം ഒഴുകിയെത്തി തീരക്കടൽ തണുത്തതോടെ വല നിറഞ്ഞ മത്സ്യങ്ങളുമായി വള്ളങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി കൊല്ലം തീരത്തു നിന്നും പോകുന്ന വള്ളങ്ങൾ നല്ല കൊയ്ത്തുമായാണ് മടങ്ങിയെത്തുന്നത്. ട്രോളിംഗ് നിരോധന കാലത്തും കുത്തനെ ഉയർന്ന മത്സ്യവിലയിലും ഇതോടെ ഇടിവുണ്ടായി. നെത്തോലി, കിളിമീൻ, പൊള്ളൽച്ചൂര, അയില, പരവ തുടങ്ങിയ ഇനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തെ വള്ളക്കാർക്ക് കിട്ടിയത്. നാരൻ കൊഞ്ചും ലഭിച്ചു. എന്നാൽ ചാള കാര്യമായി കിട്ടുന്നില്ല. വലിയൊരു വിഭാഗം വള്ളങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി നെത്തോലി കിട്ടുന്നതിനാൽ വില കുത്തനെ ഇടിഞ്ഞു. 30 രൂപ മുതൽ 40 വരെയായിരുന്നു കൊല്ലം തീരത്തെ നെത്തോലിയുടെ വില. കിളിമീൻ വലുത് 170 രൂപ മുതൽ 200 രൂപ, കിളിമീൻ ചെറുത് 120, പൊള്ളൽച്ചൂര 180, ചാള 220 മുതൽ 240 രൂപ വരെ, പരവ 350, നാരൻ കൊഞ്ചിന് 300 മുതൽ 380 രൂപ വരെ വില കിട്ടി. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്നത് പൊള്ളൽ മീൻ വരുന്നുണ്ട്, ചെറിയ ചൂര വരുന്നുണ്ട്, കിളിമീൻ വരുന്നുണ്ട്, നെത്തോലി വരുന്നുണ്ട്, അയില വരുന്നുണ്ട്, അങ്ങനെ എല്ലാ മാന്തൽ വരുന്നുണ്ട്, പല പല മീനുകളും വരുന്നുണ്ട്. ഇതിന് രാവിലെ കൊച്ചു വള്ളങ്ങൾക്കൊക്കെ പരവ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, പരവ അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരുന്നുണ്ട്. വില ഇപ്പോൾ വളരെ മോശമാണ് വിലയൊക്കെ, കാരണം ആകപ്പാട് മാർക്കറ്റൊക്കെ ഒരുപാട് ഡൗൺ ആണ്. പിന്നെ കൊഞ്ചിൻ്റെയൊക്കെ പണി തുടങ്ങി വരുന്നുണ്ട്. ഇനിയുള്ള മഴയൊക്കെ പെയ്താലേ പണിയൊക്കെ നടക്കത്തുള്ളൂ. ആകപ്പാട് കൃഷിയായിട്ട് ഇരിക്കുകയാണ്. വില കിട്ടേണ്ടതാണ്. പക്ഷേ ഈ പുറം വള്ളങ്ങളൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഈ ഹാർബറിൽ തന്നെ അവർക്ക് അവിടെ പിടിക്കാം, അവിടെ പിടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ വരണം. ഈ കടപ്പുറത്ത് വരുന്നതുകൊണ്ട് എല്ലാ വള്ളങ്ങളും കൂടെ വരുന്നതുകൊണ്ട് ഇവിടെ വില കിട്ടുന്നില്ല. വിലയൊക്കെ ഇപ്പം വളരെ കുറവാണ്, കുഴപ്പമില്ല. എന്നാലും വിലയൊക്കെ വളരെ കുറവാണ്. സാധാരണ ഈ സമയത്തൊക്കെ നല്ല വില കിട്ടേണ്ടതാണ്, ഇപ്പോൾ വളരെ വില കുറവാണ്. ട്രോളിംഗ് നിരോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ വൻ ഡിമാൻഡായിരുന്ന കിളിമീൻ്റെ വിലയും ഇടിഞ്ഞു. വള്ളങ്ങൾ കൂട്ടത്തോടെ കടലിൽ പോകുന്നതിനാൽ വാടി ഹാർബറിൽ ഇപ്പോൾ 24 മണിക്കൂറും മത്സ്യം ലഭിക്കുന്നുണ്ട്. മത്സ്യലഭ്യത കാര്യമായി തുടർന്നാൽ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതുവരെ വാടി ഹാർബർ സജീവമായി തുടരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.